നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങണ ഒരു പഴയ വഴിയാണിത് കേട്ടോ. ആ വഴിക്ക് ഇന്നും മാറ്റില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും ഈ വഴി ഇങ്ങനെ തന്നെയാണ്. വഴിയുടെ സൈഡിലുള്ള പൂക്കളും ഇങ്ങനെ സൈഡുകളിൽ ഉള്ള പൂക്കൾ. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാകുമ്പോൾ പിന്നെ കോൺക്രീറ്റ് ഒന്നും ചെയ്തു തരില്ലല്ലോ. ഇന്നും കഴുകുകളുള്ള അപൂർവ സ്ഥലങ്ങളിലൊന്ന്. പണ്ട് ഇതുകൂടെയൊക്കെ കറ്റ കൊയ്തിട്ട് ചേച്ചിമാർ വരണം. അന്ന് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ. മുളക് തന്നെ മുളയ്ക്കണതാ കിളികൾ കാട്ടിട്ടേ. ഇന്നിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നമ്മളൊക്കെ നട്ട് വളർത്തല്ല. പണ്ട് ഇങ്ങനത്തെ പറമ്പുണ്ടാകുമ്പോൾ ഒന്നും നട്ട് വളർത്താണ്ട, ഒക്കെ തനിയെ വളരും. വിറ്റില, കുരുമുളക് ഉണ്ട്. അയ്യോ, ഒരു കടച്ചക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് കടച്ചക്ക ഉപ്പേരി. ഉണ്ട് വാടി ഇനി എടുക്കാൻ പറ്റില്ല. ഇത് തേവാനുള്ളൊരു പങ്ക് കിണറായിരുന്നു. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കാത്ത കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കണ്ട അതിൻ്റെയൊക്കെ തിണ്ടുകളാണ്. ഇതിങ്ങനെ തേവി വെള്ളം അടിക്കുന്നതാണ് പങ്ക് കിണർ. ഇവിടെ നോക്കാൻ പോലും പറ്റില്ല മന്തിയായിട്ട്. ഇനി ഇത് ഇത്രയും കൂടിയും കുത്തനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പാടത്തേക്ക് എത്താനായിട്ട്. ഉണ്ട് വെള്ളം അടിക്കുന്ന ചാലുകളാണ്. ഇവിടെ വന്നപ്പോഴാണ് ഒരു പന വെട്ടിയാണ് കണ്ട്. നോക്കുമ്പോൾ അത് തല്ലി വീണതാന്ന് തോന്നുന്നുണ്ട്. പൈപ്പ് മേലെ കിടക്കണേട്ടാ. അപ്പച്ചൻ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മുടെ വേനൽക്കാലത്ത് കഴുകും പറമ്പ് നനയ്ക്കാനുള്ള ജലസ്രോതസ്സാണിത്. എന്താ പണ്ടൊക്കെ ഇതിലത്തെ വെള്ളം എടുത്ത് ഞങ്ങൾ കുളിക്കാനൊക്കെ അങ്ങോട്ട് മോട്ടർ അടിച്ചിടും. ഇപ്പം അതൊന്നുമില്ല. വെള്ളം കണ്ടില്ലേ, നനയ്ക്കാൻ മാത്രം. ആ കൂട്ടത്തിൽ വന്നപ്പോൾ ഉണ്ട് മയിൽ ഉണ്ട്. ഞാൻ എന്താണാവെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പേടിച്ചു കേട്ടാ. നോക്കുമ്പോൾ ഉണ്ട് മയിലപ്പൻ. ഇവിടെ വരെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. കണ്ട ഞാനൊക്കെ ഒരു 3, 4 പഠിക്കുമ്പോഴാണ് നമുക്ക് കറണ്ട് കിട്ടണം. ആദ്യമായിട്ട് കറണ്ട് ഈ ഭാഗത്തേക്ക് എടുത്തത് ഞങ്ങളുടെ അപ്പച്ചനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മോട്ടർ അടിക്കാനായിട്ട് 3 ഫേസ് കണക്ഷനൊക്കെ എങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ളവർ ഇഷ്ടംമാരി ഉണ്ടാവും അല്ലേ വീഡിയോ കാണുന്നവർ. അടയ്ക്കൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ആരും ഞങ്ങൾ പിള്ളേർ പോലും പോകുമ്പോൾ പറക്കില്ല. പണ്ടൊരു അടയ്ക്ക വീണ് ഉടനെ പറക്കി വയ്ക്കും. ഇന്നിപ്പോൾ ഇതൊക്കെ കരാർ കൊടുത്തൊക്കെ കുമ്പിട്ട് പറക്കാനൊന്നും അപ്പച്ചനമ്മയ്ക്കും വയ്യ. അടുത്ത പാടത്തുള്ളൊരു ചെറിയ കിണർ. ഇതിന്ന് ആദ്യമൊക്കെ അടിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിങ്ങനെ ഒരു കിണർ. ഇതിന് പോക്കളാച്ചി തവളകളൊക്കെ കാണാറുണ്ട്. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ വന്ന് പിടിക്കും. തവളേനെ കൊന്ന് കറിയൊക്കെ വയ്ക്കും. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അടുത്തൊരു കിണറിൻ്റെ അവിടെ എത്തുകയാണ്. ഓരോ ആൾക്കാരുടെ സ്ഥലത്തിനും ആ കിണറിനും പേരും ആളുടെ പേരാട്ടാ. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഒരു മണ്ണാത്തി അവരുടെയാണ്. അപ്പോൾ ഇത് മണ്ണാത്തിയുടെ കിണർ അങ്ങനെ നമ്മൾ പറയും. അവരുടെ പറമ്പിനോട് ചേർന്നിട്ട്. അതിപ്പോൾ ആരുടെ പേരായാലും നമ്മൾ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ കുളമാണ്. ഇതിൽ നല്ല എമ്മണ്ടം തവളകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തവളകളെയും കാണൽ കുറവ്. നമ്മളിങ്ങനെ വന്ന് നിന്ന് അപ്പം ചാടുമ്പോഴും എന്ന് ചാടിക്കോളൂ. ഒരാളെ പോലെ വെച്ചേക്കുക. ഇത് കളനാശിനിയും പ്രാവും അതൊക്കെ വന്നിട്ട് ഇനി നെല്ല് തിന്നാൻ തുടങ്ങും. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഇത്തിരി വളഞ്ഞു. മറ്റുള്ള പാടങ്ങളിലൊക്കെ വിളഞ്ഞു വിട്ടാൽ നെല്ല് കണ്ടോ. വെള്ളം വറ്റി. ഇനി വേഗം ആവും. ഇവിടെ നടക്കുക തന്നെ ഒരു രസമാണ്. ഞങ്ങൾ വന്നാൽ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് എത്തും. ഇവിടെ നല്ല മാവും നല്ല തണൽ. എത്ര വന്നാലും കൊതി തീരില്ല ഞങ്ങൾക്ക് ഇവിടെ. ഈ പോണ വഴിയിലൊക്കെ അപ്പച്ചൻ മഴക്കാലത്ത് മഴ തീരിനോടുകൂടി ഓരോ കുത്തിയിട്ട് പയർ കുഴിച്ചിടും. ഉണ്ട്. അപ്പോൾ അതൊക്കെ പയറായി. ആകെ 4 ഇലയായിട്ടുള്ളൂ. അപ്പോഴേക്കും പയറായി. പൂത്ത പുഞ്ചപ്പാടം പോലെ എന്ത് ക്യൂട്ടാലേ നെല്ല് നിൽക്കണതാണ്. ഇതാണ് നമ്മുടെ പുഞ്ചപ്പാടത്തിൻ്റെ ഒരു ഓവർ വ്യൂ. തിരിച്ചു പോകുമ്പോൾ പയർ പൊട്ടിച്ചാൽ ഒരു പിടി പയർ ഉപ്പേരി വയ്ക്കാം. എനിക്ക് ഈ പാടത്തിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മ വരും. പിന്നെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടുകാരെ നമുക്ക് എപ്പോഴും ഓർമ്മ വരിക. ഇത് നോക്കിയേ എന്ത് ക്യൂട്ടായിട്ടുള്ള സ്ഥലം. ഇത് ഞങ്ങളുടെ പാടത്തിൻ്റെ ഏറ്റവും എൻഡിൽ വരുമ്പോൾ കാണുന്ന. ഇത് വെള്ളം കൂടിയിട്ടാണ്. ഞങ്ങൾ ഇന്നാൾ വരുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം കൂടി. തോട്. സമൃദ്ധമായിട്ട് മീൻ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം. മീൻ കിട്ടാറുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പണ്ട് കുളിച്ച് നീന്തി കളിച്ച സ്ഥലങ്ങൾ ഇപ്പോഴും പിള്ളേർ വന്നാൽ ചെയ്യും. ഇവിടെ സീറ്റ് ബെഞ്ച് പോലെ ഇട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നേരം പോണത് അറിയില്ല കേട്ടോ. ഇവിടെ വന്നിരുന്നാൽ. പിന്നെ അപ്പുറത്ത് റോഡാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഇങ്ങനെ വന്നിരുന്നാൽ അവിടെ ഭാഗങ്ങളിൽ നിറച്ച ആൾക്കാർ കാറ്റ് കൊള്ളാനായിട്ട് വരും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തെ ഒരു ഓവർവ്യൂ കിട്ടിയിട്ടില്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. ഇതിവിടെ വെള്ളം പോവാറുണ്ട്. ഇപ്പോൾ വെള്ളം ഞാൻ കണ്ടം കാണിച്ചില്ലേ, വെള്ളം കുറഞ്ഞു.
ഇത് കടക്കാനുള്ള ഒരു ചെറിയ പാലം പോലെ ഇട്ടേക്കാണ് കേട്ടോ. ഇത്തരം പുല്ല് കണ്ടോ, ഇതിങ്ങനെ ഷർട്ടിൻ്റെ കയ്യില്ലേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് റബ്ബ് ചെയ്താൽ ഇത് കയറിപ്പോവും. ഓരോ ടെക്നിക്ക് പോലെ പണ്ട് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു പുല്ലുണ്ട് നമ്മളിങ്ങനെ തുപ്പലാക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞാൽ കൊള്ളണം, അത് ഈ ഭാഗത്ത് കാണാനില്ല. ഇനി ഇത് അപ്പുറത്തേക്ക് കിടക്കാനുള്ള പാലാണ്. പക്ഷേ ഞാനിപ്പോൾ അത് റിസ്ക് എടുക്കണില്ല. എൻ്റെ കയ്യിൽ മൊബൈലായിട്ടാണ് ഞാൻ കിടന്നാൽ പിള്ളേരാരും കൂടെ ഇല്ലേ വീഡിയോ എടുക്കുമ്പോൾ, അപ്പോൾ ചിലപ്പോൾ പണി പാളും. അതുകൊണ്ട് ഞാൻ കിടക്കണില്ല. അവിടെ പയർ കുത്തിയിട്ടുണ്ട്, അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് അങ്ങോട്ട് കിടക്കും. പിന്നെ അപ്പുറത്തെ കണ്ടക്കാർക്ക് ഇവിടെയുള്ളവർ തന്നെ അവിടെ, അപ്പോൾ അവിടെ കിടക്കാനായിട്ട് ഇട്ടിട്ടുള്ള ഒരു മെതിപ്പാലെന്ന് പറയാം കഴുങ്ങിൻ്റെ. അതിപ്പോൾ ഒരെണ്ണം മാത്രമേ ഉറപ്പുള്ള, ബാക്കിയൊക്കെ ഇപ്പോൾ കയറ് കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ച് വേണമെങ്കിൽ കിടക്കാം. പക്ഷേ മൊബൈൽ കയ്യിലുള്ള കാരണം രണ്ടും കൂടി ആകുമ്പോൾ എൻ്റെ ബാലൻസ് ചിലപ്പോൾ പോവും. കുട്ടിക്കാലത്ത് നമ്മൾ കൊയ്യാൻ ചേച്ചിമാർ വരുമ്പോഴേ പൂതിയായിരുന്നു കറ്റ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ കറ്റ തലയിൽ വെച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ ചെറിയ കറ്റയാക്കിയിട്ട് തരും. എന്നിട്ട് ചേച്ചിമാർ വലിയ ലോഡ് എടുക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞ കറ്റ വലിയ പ്രൗഡ് പോലെയൊക്കെ കൊണ്ടുപോകും, എന്തോ വലിയ സംഭവം പോലെയൊക്കെ. ഇനി ഇതാണ് നമ്മുടെ വലിയ കുളം കണ്ടോ, ഒരേക്കറയിൽ മേലുള്ള കുളം. നല്ല നട്ടുച്ചയ്ക്കായിട്ടാണ് ഞാൻ വന്നെടുക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണിച്ചു തരാമെന്ന് വെച്ച്. നല്ല നട്ടുച്ചയായ കാരണം ആ കറുത്ത കാക്കകൾ കാണാനില്ല, ഒരു വെള്ളക്കാക്കി ഉണ്ട്, അത് കാണാനില്ല. ഇതിൽ പോകാനുള്ള മറ്റേ എയർ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ അതിലൊക്കെ. പിന്നെ അതൊക്കെ വെയിൽ കൊണ്ട് പിന്നെ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ട് അതൊക്കെ ചീത്തയായി പോയി. ഞങ്ങളെപ്പോഴും പറയും ഇത്രയും മനോഹരമായ സ്ഥലം ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ജീവിതത്തിൽ മിസ്സായ ഇത് ലഭിക്കാൻ പോണതൊന്നുമല്ല. കൈത കണ്ട